ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ വിഷ് ന്യൂ ബൈറ്റ്സിന്റെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളുടെ ഈ ഒരു വീഡിയോന്റെ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ഷാർക്കിന്റെ വായ തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കഴിഞ്ഞ ഒരു 5 ദിവസം മുമ്പ് നമ്മൾ നേരത്തെ ഇവരുടെ ഈ ഒരു ഫോർമൽ ഇനോഗ്രേഷനും വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നമ്മുടെ നടി നൈല ഉഷ വന്നിട്ടാണ് ഇവർ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ ആക്ച്വലി ഇന്നലെയാണ്, ദാറ്റ് മീൻസ് ഇന്നലത്തെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 22nd. അതെ, 22nd ആണ് അവര് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ യെസ്റ്റർഡേ ആക്ച്വലി നടി രജിഷ വിജയൻ വന്നിട്ട് ഇവര് ഉള്ളിൽ കയറിയിട്ട് എല്ലാ കാര്യങ്ങളും അവർ ഫോർമലി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഈ ഒരു മെറൈൻ വേൾഡിൽ നമ്മൾ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിന്റെ റേറ്റ് വരുന്നത് 150 രൂപ. നമുക്ക് ക്യാഷ് ആയിട്ടും കൊടുക്കാം, ഗൂഗിൾ പേ ആയിട്ടും കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈ ഒരു മെറൈൻ വേൾഡ് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ഒരു സെക്കൻഡ് പാർട്ട്, ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉള്ളിലത്തെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി, നമ്മുടെ പാലക്കാടത്തെ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ട്, ഇവരെ ഈ ഒരു ഉള്ളിലത്തെ കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇവരുടെ ഈ ഒരു മെറൈൻ വേൾഡിലേക്ക് ഞാൻ വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് വീഡിയോ കാണാത്തവർ, അവരുടെ ഫോർമൽ ഇനോഗ്രേഷൻ വീഡിയോ കാണാത്തവർ ഒന്ന് കാണുക. അപ്പം നമ്മൾ ഉള്ളിൽ കയറി ടിക്കറ്റ് ഒക്കെ എടുത്ത് ഫസ്റ്റ് തന്നെ കുറേ ആഡും കാര്യങ്ങളാണ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ആ ഒരു ഒരു ബ്ലൂയിഷ് രീതിയിലത്തെ ഒരു അട്രാക്ഷൻ രീതിയിലത്തെ എല്ലാ ഫിഷസും ഒരുവിധം നമുക്ക് കാണാനും കാണാത്ത രീതിയിലത്തെ കുറേ ഫിഷസും കാര്യങ്ങളും ഇവര് ഈ ഒരു അക്വേറിയം രീതിയിൽ അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല അട്രാക്റ്റീവ് ലുക്ക് ഉണ്ട് ആ ഒരു ബ്ലൂയിഷും, പിന്നെ നല്ല കിടിലൻ തിരക്കും ഉണ്ട്. ഞാൻ വന്നൊരു വീ ഒരു വീക്ക് ഡേ ആണ്. ഞാൻ ആക്ച്വലി സാറ്റർഡേ സൺഡേ പോകാനിരിക്കുന്നു. എനിക്കറിയാം അപ്പോൾ ആ സമയത്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും നല്ല തിരക്കുണ്ടാവും. അപ്പൊ ഇവരുടെ ഈ ഒരു ഫിഷസ് ഒക്കെ കാണാൻ്റെ ആ ഒരു നല്ല രീതിയിലാണ് അവർ ഈ ഒരു പാലക്കാട് പ്രേക്ഷകർക്ക് അവർക്ക് ഈ ഒരു അക്വേറിയം രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഫിഷസിന്റെ പേരുകൾ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ആക്ച്വലി ഇവിടെ വീഡിയോ എടുക്കാൻ വന്ന ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് അവിടുന്ന് വോയിസ് ഓവർ, ഐ മീൻ ലൈക്ക് ആ സമയത്ത് അവിടെ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് അവിടെ നല്ല തിരക്കും സൗണ്ടും പിന്നെ ഫുൾ സിനിമ പാട്ടുകളാണ് അവിടെ ഇട്ടിരിക്കുന്നത്. എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനലിൽ അവർ കോപ്പിറൈറ്റ് ഇടും ഈ സിനിമ പാട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പം ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ വീട്ടിൽ വന്നിട്ടാണ് ഇതിൻ്റെ വോയിസ് ഓവർ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല അട്രാക്റ്റീവ് ലുക്ക് ഉണ്ട്. ചെറിയ കുട്ടി കുട്ടി മീനുകളും ആ കുട്ടി കുട്ടി രീതിയിലത്തെ ആ ഒരു ഫിഷസും കാണാൻ നല്ല അട്രാക്റ്റീവ് ആണ്. ഫ്രണ്ട്സും ഫാമിലീസും പിന്നെ എസ്പെഷ്യലി കുട്ടികൾക്കാണ് ഇത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് വരിക. ചെറിയ കുട്ടികൾ, ഞാൻ അവിടെ കുറേ ചെറിയ കുട്ടികളെ കണ്ടിട്ടായിരുന്നു. ആ ചെറിയ കുട്ടികളൊക്കെ അവർ ശരിക്കും ആ ഒരു രീതിയിൽ നല്ലപോലെ എൻജോയ് ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാ രീതിയിലും ഒരുവിധം ഈ ഒരു ഫിഷസിൻ്റെ ആ ഒരു സൂമിങ് പാർട്ട് എനിക്ക് എല്ലാ രീതിയിലും അതൊന്ന് സൂം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫിഷസിന്റെ ആ ഒരു ഫിഷസിന്റെ പേരുകളും കാര്യങ്ങളൊക്കെ ആ ഒരു ടാങ്കിലെ എല്ലാ ഫിഷസും ഏതൊക്കെ ഫിഷസ് അവിടെ എഴുതി വെച്ചാണെങ്കിൽ കുറച്ചുകൂടി നല്ല ആ ഒരു ഇൻഫോർമേറ്റീവ് ആയിരിക്കും. ബിക്കോസ് നമുക്ക് എന്തായാലും നമ്മൾ ഈ ഒരു ഫിഷസിനെ കാണാനും ഇവരുടെ ഈ ഒരു അക്രലിക്കിന്റെ ടണൽ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിന്റെ ഈ ഒരു മെറൈൻ വേൾഡിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിഷസിന്റെ പേരും കൂടി അവർ ഇങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആയതും എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഈ ഒരു ഫിഷസ് കാണാൻ നമുക്ക് നല്ല രീതിയിൽ, ഞാൻ പുറത്ത് ദുബായിലും അവിടെ ഒന്നും പോയിട്ടില്ല. ഞാൻ ഈ ഇങ്ങനത്തെ ഒരു മെറൈൻ വേൾഡ് ആദ്യമായിട്ട് എൻ്റെ ലൈഫിലത്തെ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ വന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വിസിറ്റ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു ഫിഷസും കാണാൻ എല്ലാം നല്ല രീതിയിലാണ് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു എല്ലാ ടൈപ്പ് ഓഫ് ഫിഷസിനും യൂഷ്വലായിട്ട് എല്ലാവരുടെയും സെയിം ഫിഷസ് അല്ല, ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫിഷസ്. നമുക്ക് കുറേ പേരറിയാത്തതും കാണാത്തതും നമ്മൾ ഈ ഒരു ടി വിയിലൊക്കെ കാണുമ്പോൾ ആ രീതിയിലത്തെ പോലത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഷസും കാര്യങ്ങളൊക്കെ അവർ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എനിക്ക് കൂടുതൽ ഇതിൽ സംസാരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇത് ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ അത് മെയിനായിട്ട് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു പാലക്കാട് ആൾക്കാർക്ക് ഇത് എൻ്റെ വീഡിയോ കണ്ട് അവിടെ പോയി വിസിറ്റ് ചെയ്യുമ്പോൾ കാണുമ്പോൾ ആ ഒരു കിട്ടാനുള്ള ഒരു ആ ഒരു ഫീലിന് വേണ്ടിയിട്ടാണ് ഞാനത് ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു സമയത്ത് വന്ന് ഇത്രയും തിരക്കിൽ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ
സത്യം പറയാലോ, ഇത് ആക്ച്വലി 150 രൂപ കൊടുക്കുന്നത് ശരിക്കും വർത്ത് ഇറ്റ് ആണ്. നല്ലപോലെ ആ രീതിയിലത്തെ ആ ഒരു പ്രസന്റേഷൻ കാര്യങ്ങളും, ഈ ഒരു ടാങ്ക് നമ്മൾ കാണുമ്പോൾ തന്നെ എല്ലാ ഈ ഒരു ഒരേ ടൈപ്പ് ഫിഷ് ഒരേ രീതിയിലും അങ്ങനെ പോയിക്കൊണ്ടെങ്കിൽ നല്ലൊരു പ്രസന്റബിളും നല്ലൊരു ഫീലിഷ് ആണ് രീതിയിലാണ് ഇവരെല്ലാം പ്രസന്റ് ചെയ്തത്. പിന്നെ ഒരു കാര്യം എന്ന് പറയാൻ പറഞ്ഞത്, ഇവരുടെ ഈ ഒരു രീതിയില് ഇവരുടെ എന്താ പറയാ, ഇവരുടെ ഈ ഒരു വെന്റിലേഷൻ, ദാറ്റ് മീൻസ് നമ്മൾ ഈ ഒരു അക്വേറിയത്തിന്റെ ഉള്ളിൽ ഫുൾ AC എയർ കണ്ടീഷൻഡ് ആണ്. ഫുള്ള് രീതി നമ്മൾ ഈ ഒരു പാലക്കാടിന്റെ ചൂടിൽ നമ്മൾ ഉള്ളിൽ വരുമ്പോൾ ആ ഒരു നല്ല തണുപ്പ് രീതിയിലാണ് ഇവർ എല്ലാ കാര്യങ്ങളും എയർ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നേരെ അവരുടെ വേറൊരു ടൈപ്പ് ഓഫ് ഫിഷസ്, ഇതിൽ കുറച്ചുകൂടി കളർഫുൾ, നല്ല അട്രാക്റ്റീവ് ലുക്ക്, നല്ല കളർഫുൾ രീതിയിലത്തെ ഫിഷസും കാര്യങ്ങളൊക്കെ അവർ പ്രസന്റബിൾ ആയിട്ട് ഇങ്ങനെ അക്വേറിയത്തിൽ അവർ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ബാക്കി കാഴ്ച നിങ്ങൾ എല്ലാം കാണൂ, എന്നിട്ട് ഞാൻ വരാം. ഇത്രയും തിരക്കും ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും, ഇതാണ് ഡൈവർ. ഒരു ഡൈവർ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ആ ഒരു എക്യുപ്മെന്റ്സ് ഒക്കെ ഇട്ട് ഫുള്ളായിട്ട് അവർ ആ ഒരു ആള് അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കയ്യൊക്കെ കാണിച്ചു, അയാള് എനിക്ക് കൈ തന്നില്ല. പക്ഷെ അവിടെ ചെറിയ കുട്ടിക്ക് ഒരു ഫ്ലൈങ് കിസ് ഒക്കെ കൊടുക്കുന്നത് കണ്ടു. അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു കൈ തന്നു. ഇപ്പോൾ ആ ഒരു ഫ്ലൈ കിസ്സൊക്കെ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ അവർ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും ആ ഒരു നമ്മളുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് ഇങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് അവർ പ്രസന്റ് ചെയ്യുന്ന ഇത്രയും എക്യുപ്മെന്റ്സും, ഇതിന്റെ കഷ്ടപ്പാട് നമുക്കല്ല അവർക്കാണ് കൂടുതൽ അറിയാൻ. ബിക്കോസ് അവരൊക്കെ ഫുള്ളി ട്രെയിൻഡ് ആൾക്കാരാണ്. ട്രെയിൻഡും നല്ലപോലെ ആ ഒരു ആൾക്കാർ ട്രെയിൻഡ് ആൾക്കാരാണ്. അപ്പോൾ ഇത്രയും എക്യുപ്മെന്റ്സ് ഒക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിൽ ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ കുറേ നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു കഷ്ടപ്പാട് നമുക്ക് മനസ്സിലാവും. പക്ഷെ നല്ല രീതിയിലാണ് ഇവർ ഈ ഒരു മെറൈൻ വേൾഡും കാര്യങ്ങളൊക്കെ അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ഫിഷസിന്റെ സൈസ് കാണണം, ഒന്ന് മോനെ, എല്ലാ രീതിയിലും ഒരു 10 to 15 കിലോ രീതിയിലത്തെ ഫിഷസിന്റെ സൈസാണ് നമ്മൾ കാണുന്നത്. മെയിനായിട്ട് നമ്മൾ ഒരു മീൻ മേടിക്കാൻ പോകുമ്പോൾ മിനിമം ഒരു ചെറിയ കുട്ടി കൈയിന്റെ രീതിയിലത്തെ ഒരു മീനിന്റെ രീതിയിലത്തെ ഫിഷിന്റെ സൈസ് മാത്രമേ കാണുള്ളൂ. നമ്മൾ ഈ ഒരു അക്വേറിയത്തിന് പോകുമ്പോൾ ഓരോ രീതിയും ഓരോ കളറും ഓരോ സൈസും ഓരോ ടെക്സ്ചറും ഓരോ രീതിയിലത്തെ മീനിന്റെ ആ ഒരു ഫ്രണ്ടേജ് നമ്മൾ കാണും. ഇത് കുറച്ചുകൂടി നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രസന്റ് ചെയ്ത കുറച്ചുകൂടി നല്ലൊരു കളർഫുൾ ലുക്ക് ഇട്ടുണ്ടാവും. നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്കത് ആ ഒരു രീതിയിൽ അങ്ങനെ തന്നെ എടുക്കാൻ പറ്റിയുള്ളൂ. ഇനി നമുക്ക് നേരെ നടക്കാം. ഇതൊരു മിക്കവാറും ഇതിന്റെ ഉള്ളിൽ നടന്ന് ഞാൻ ആക്ച്വലി ഒരു 6:30ക്കാണ് ഞാൻ വന്നത്. ഓൾമോസ്റ്റ് തീരാൻ 7:30 7:45 എല്ലാം കഴിയുമ്പോൾ, അപ്പൊ നമുക്ക് ഇങ്ങനെ കുറേ നേരം നടക്കാം. കുറച്ച് നടന്നു കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഒരു മെയിൻ പാർട്ടിലേക്ക് നമ്മൾ വരിക. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് കാണാൻ ഇരിക്കുന്ന നമ്മളുടെ ഒരു ഐറ്റം, നമ്മളുടെ അക്രിലിക്കിന്റെ ടണൽ. ആ ഒരു ടണലിന്റെ മെയിൻ വേർഷൻ ആണ്. ഫുൾ ബ്ലൂയിഷ് രീതിയിലത്തെ ആ ഒരു പ്രസന്റേഷനിൽ എൻ്റെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് കളറാണ് ബ്ലൂ. ആ ഒരു ബ്ലൂയിഷ് രീതിയിലാണ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ഞാൻ ഇനി കുറേ സംസാരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ബോറാവും. അതിൻ്റെ പകരം നിങ്ങൾ എല്ലാവരും ഈ കാഴ്ച കാണൂ.
ആ ഒരു അക്രിലിക്കിന്റെ ആ ഒരു ടണൽ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈ ഒരു സൈഡ് വരുമ്പോൾ ഇവിടെ ഒരു സെൽഫി സ്റ്റിക്ക് വഴി നമ്മളുടെ ഒരു ആ ഒരു ഫുൾ 360 ഡിഗ്രി സെൽഫി സ്റ്റിക്സിൽ നമ്മുടെ ഒരു ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സൈഡിന് വേണ്ടിയിട്ട് ഇവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ചെയ്തു. ഒരാൾക്ക് 50 രൂപയാണ്. അപ്പോൾ ഇതാണ് ഐറ്റംസ്. ആ രീതിയിൽ നമ്മൾ തിരിച്ച് നെക്സ്റ്റ് സെക്ഷനിലേക്ക് ഇറങ്ങും. ഇവരൊരു കാസൽ രീതിയിൽ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഏത് കാസലാണെന്ന് അറിയില്ല. ഇങ്ങനെ ഒരു ടാങ്കിൻ്റെ ഉള്ളിൽ വെള്ളത്തിൽ ഫുൾ ആ ഒരു കാസൽ രീതിയിട്ട് ഇതാണ് മെയിനായിട്ട് നമുക്ക് കാണാനുള്ള ആ ഒരു സെക്ഷൻ. നമ്മളുടെ ഈ ഒരു മത്സ്യകന്യക, അതിന് നമ്മൾ ഇംഗ്ലീഷിൽ മെർമെയ്ഡ്സ് എന്ന് പറയും. ആ ഈ ഒരു വ്യൂവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ജനങ്ങളും ഇത്രയും ആൾക്കാരും ഈ ഒരു മെർമെയ്ഡ്സിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. നല്ല ആ ഒരു ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ ആണ്. അവര് ആ ഒരു വെള്ളത്തിന്റെ ഉള്ളിൽ ഫുള്ളായിട്ട് നല്ല രീതിയിലാണ് ആ ഒരു പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സെക്ടർ. അപ്പൊ എല്ലാരും ഈ ഒരു മെർമെയ്ഡ്സിന്റെ ഷോ ഒന്ന് കാണും. ഞാൻ കൂടുതൽ സംസാരിച്ച് ഞാൻ വീണ്ടും പറഞ്ഞത് ഇത് എന്തായാലും അത് സംസാരിച്ചിട്ട് അവിടെ ആ രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അത് അട്രാക്റ്റീവ് ആയിരിക്കും. ബിക്കോസ് എനിക്ക് അവിടെ സംസാരിക്കാൻ പറ്റില്ല. ബിക്കോസ് അവിടെ ഫുൾ സിനിമ പാട്ടുകളും നല്ല തിരക്ക്, നല്ല സൗണ്ടാണ്. അപ്പോൾ എന്തായാലും ഞാനത് സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിൻ്റെ ഈ ഒരു ഷോ കാണും. മാക്സിമം നിങ്ങൾ ഫോർവേഡ് ചെയ്യാണ്ട് നിങ്ങൾ എല്ലാ ഒരു വ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീൽ വരും. നിങ്ങൾക്ക് പാലക്കാടിൽ നമ്മളുടെ ഈ ഒരു മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ അവിടെ പോയിട്ട് നിങ്ങൾക്ക് അത് നേരിട്ട് കാണുമ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ വഴി കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. നിങ്ങൾക്ക് ശരിക്കും ഇത് വേർത്തിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഷോ നിങ്ങൾ കാണും. ഇനി നമ്മൾ നേരെ കയറാൻ പോകുന്നത് ഇവിടുത്തെ ഒരു എക്സിബിഷൻ സൈഡിലാണ്. അപ്പോൾ ഈ എക്സിബിഷൻ്റെ ഓരോ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുള്ള് കയറുമ്പോൾ തന്നെ നല്ലൊരു എയർ കണ്ടീഷനിങ് ആ ഒരു ഫീൽ വെച്ചിട്ടാണ് ഫുൾ അഡ്വർടൈസ്മെൻറ്റും ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മസാജസും കാര്യങ്ങളും ഈ ഒരു എക്സിബിഷനിൽ എന്തൊക്കെ വേണ്ട ഐറ്റംസ് എല്ലാം മൊത്തം ഇവിടെ ആക്ച്വലി അതിൽ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. പണ്ട് ഞാൻ ബഹ്റിനിലിരിക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ കുറേ എക്സിബിഷനിലേക്കൊക്കെ പോയിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് ഇപ്പോഴാണ് കുറേ ഒരു കാലം ശേഷിട്ട് ഇപ്പോഴാണ് ഒരു എക്സിബിഷൻ ഇങ്ങനെ ഒന്ന് വരുന്നത്. അപ്പോൾ ഒരു എക്സിബിഷനിൽ ഞാൻ അത്രയൊന്നും നമ്മളത് ഈ ഒരു വീഡിയോയിൽ അത്ര എക്സിബിഷൻ നമ്മളൊന്നും മേടിക്കാനൊന്നും പോകില്ല. അതുകൊണ്ട് അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഈ ഒരു എക്സിബിഷൻ വഴി ഞാൻ കാണിക്കാൻ പോകുന്നുണ്ട്. മെയിനായിട്ട് നമുക്ക് ഇവരുടെ ഈ ഒരു ഐറ്റംസും പിന്നെ ഫുള്ള് വീട്ടാവശ്യങ്ങളും പിന്നെ ഈ കൽപ്പാത്തി തേരിന് പോകുമ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ കുട്ടി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഐറ്റംസ് എല്ലാം ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മുന്നോട്ട് പോയിട്ട് കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകാം. ബിക്കോസ് ഈ എക്സിബിഷനിൽ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നിട്ട് കാണാനേ ഉള്ളൂ. ബിക്കോസ് നല്ല ക്രൗഡുണ്ട്. ഓൾമോസ്റ്റ് ഞാൻ 6:30 വന്നത്. ഓൾമോസ്റ്റ് 7 o'clock ആയി. നല്ല ക്രൗഡുണ്ട്. ഹൽവയ്ക്ക് വേണമെങ്കിൽ ഹൽവ
ഇവിടെ റെഡി സ്റ്റഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേദിട്ട് ഐറ്റംസ് ഒക്കെ കിട്ടും. പിന്നെ നമ്മുടെ കശുവണ്ടി ഇങ്ങനെ വറുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എല്ലാ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വന്ന് കഴിച്ച് നോക്കി പൈസ കൊടുത്ത് നമുക്ക് മേടിക്കാം. പിന്നെ ഇവിടെ പ്രോഡക്റ്റും മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല. പാലക്കാടിൽ ഇത്രയും ഐറ്റംസൊക്കെ വരുന്നു എന്ന് പറഞ്ഞ് തന്നെ ഒരു വലിയ കാര്യമാണ്. ബിക്കോസ് പാലക്കാടിലെ അടുത്തൊന്നും ഇത്ര വലിയ എക്സിബിഷൻ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ചപ്പൽ നോക്കുകയാണെങ്കിൽ വേറെ റീജിയൻസിൽ നിന്ന് വന്ന ചപ്പലും പിന്നെ അവരുടെ ഈ എല്ലാ ഓയിൽസും പിന്നെ ഹോം മെയ്ഡ് പിക്കിൾസും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല മണമുള്ള രീതിയിലാണ്, നല്ല അട്രാക്റ്റിംഗ് ആയിട്ടും പിന്നെ നല്ല മൗത്ത് വാട്ടറിങ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെ ഈ അച്ചാറും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഒരു മൾട്ടിപർപ്പസ് പ്രഷർ വാഷറിൻ്റെ കാർ ക്ലീൻ ചെയ്യേണ്ട ഐറ്റമാണ്. അപ്പോൾ ഇത് ആക്ച്വലി നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കണം. അച്ഛനും അമ്മയും കൂട്ടിയിട്ട് വരണം ഒരു ദിവസം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഐറ്റം ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വർക്ക് ഉണ്ടായിരുന്നില്ല. എനിക്കത് തിരിച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റണമില്ല. ബാഗ്സ് നോക്കുമ്പോൾ ഇത് മിക്കവാറും അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന സെക്ഷനാണ്. അമ്മയെ കൂട്ടിയിട്ട് ഒരു പ്രാവശ്യം വരണം അവിടെ. എന്തായാലും ഈ ഒരു സെക്ഷൻ ഫുള്ളി ബാഗ്സ്. വേറെ രാജ്യത്തു നിന്ന് ആൾക്കാർ വന്നിട്ട് ഇവർ ബാഗ്സൊക്കെ വിൽക്കുകയാണ് തോന്നുന്നു. എനിക്ക് എക്സാക്ട്ലി അത് അറിയില്ല. ബ്ലോ പെൻ, മാജിക് ബുക്ക്. പണ്ട് ബ്ലോ പെന്നൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് നമ്മൾ കൈൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ചൈൽഡ്ഹുഡ് നൊസ്റ്റ് അടിക്കുന്ന ഐറ്റംസൊക്കെ ഒരു ഡിസ്പ്ലേ ചെയ്തിട്ട് പോലെ വെച്ചിട്ടുണ്ട്. നമുക്ക് കൽപ്പാത്തി തേരിന് കിട്ടുന്ന പോലെ എല്ലാ മിഠായികളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കാണുമ്പോൾ തന്നെ എല്ലാം കഴിക്കാൻ തോന്നും. ഇത് ആൾക്കാർ പണ്ട് പറയുന്ന മാതിരി ഇവരുടെ ഈ സിഗരറ്റ് മിഠായി, പിന്നെ അവരുടെ മൈ ഗോഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മളുടെ പുളിയിഞ്ചി അല്ലത് പുളിയിഞ്ചി, പിന്നെ നമ്മളുടെ സിഗരറ്റ് മിഠായി, പിന്നെ കോയിൻ മിഠായി, പിന്നെ ഇഷ്ടംമാതിരി ഐറ്റംസും കാര്യങ്ങളൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ട് പ്രോപ്പർ രീതിയിൽ അവർ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് കുറച്ച് സംസാരിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പകർത്തുമ്പോൾ എല്ലാവർക്കും ഒരു നൊസ്റ്റ് ഫീലിംഗ് എന്തായാലും ഫീൽ ചെയ്യും. നല്ല രസത്തിൽ രീതിയിൽ അവരൊക്കെ അത് ഡിസ്പ്ലേ ചെയ്ത് വെച്ച് നല്ല നൊസ്റ്റ് അടിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ചെറിയ സമയത്ത് നമ്മൾ കിട്ടുന്ന 50 പൈസ ആ പൈസയ്ക്ക് കിട്ടുന്ന മുട്ടായികൾ കാണാം ഫുള്ളായിട്ട് ഇവരിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ സെക്ഷൻ ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. ശരി, നമുക്കിനി നേരെ മുന്നോട്ട് പോകാം. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇവിടെ ഫുൾ ബ്ലാങ്കറ്റ്സും കാർപ്പറ്റ്സും ഉള്ള സെക്ഷനാണ്. ഇവിടെ നോക്കുമ്പോൾ ഫുൾ മുണ്ടുകളാണ്. പിന്നെ നമ്മുടെ ആ ഒരു സെക്ഷൻ പോകുമ്പോൾ നമുക്ക് കാണുന്ന റോസ്റ്റഡ് കാഷ്നട്ട്സും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കത്തി വേണം, കത്തി, വീട്ടു സാധനങ്ങളിൽ ഉപ്പ് തൊട്ടും കൽപ്പൂരം വരെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ അവർ ഈ ഒരു ഇതിൽ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. പാലക്കാട് ഇത്രയും ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞ് തന്നെ അത്ഭുതമാണ്. സത്യം പറഞ്ഞാൽ ശരിക്കും അത് അത്ഭുതമാണ്. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. ഇത് തീരുന്നില്ല, അത് കുറേ നടക്കണം. മിക്കവാറും ഇന്ന് എൻ്റെ 1 കിലോ അല്ലെങ്കിൽ 2 കിലോ തീരാൻ്റെ നല്ല ചാൻസ് കാണുന്നുണ്ട്. ഇവിടെ കുട്ടികളുടെ സ്റ്റിക്കേഴ്സും ചീർപ്പ് എല്ലാ കാര്യങ്ങളും ഈ ഐറ്റം അടിപൊളിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. ഇത് നമ്മൾ ഈ തലയിലിട്ടുമ്പോൾ ഇക്ലി ആവുന്ന ഒരു ഐറ്റമാണ്. എല്ലാവർക്കും അറിയാം, പക്ഷെ എന്നാലും ഒരു ഫോട്ടോ പോയിൻറ്റും ഉണ്ട്. പിന്നെ മൊബൈലിന് കവേഴ്സിന് വേണ്ടി കവേഴ്സ്, പിന്നെ ക്യാപ്പ്, പിന്നെ നല്ല രീതിയിലുള്ള വാച്ചസും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ണാടികൾ, പിന്നെ ഡ്രീം ക്യാച്ചർ. ഈ ഡ്രീം ക്യാച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള
പിന്നെ നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ നമുക്ക് കാണില്ലേ നെറ്റിപ്പട്ടങ്ങൾ, പിന്നെ ഈ വള, മോതിരം. ഗുരുവായൂർ പോകുമ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന രീതിയിലത്തെ എല്ലാ പോലത്തെ ആ ഒരു ഡിസ്പ്ലേയിലും ഇത് ബൈക്കിൽ തൂക്കി കെട്ടുന്ന ഐറ്റമാണ്. ഈ ലേ ലഡാക്ക് ആൾക്കാർ പോകുന്ന ഐറ്റംസ്. എനിക്കിതൊന്ന് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. നമുക്ക് നോക്കാം ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു നോക്കാം. ചേട്ടന്മാരവിടെ. ചേട്ടാ 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 ഇത് എത്ര വില? ഇത് എത്ര? ചെറുത് എത്ര? 50 രൂപയോ? കൊണ്ടുവരും. അപ്പോൾ ഈ ഒരു ചെറിയ ഐറ്റം വാങ്ങിക്കാൻ വിചാരിച്ചു. എന്തായാലും അടുത്തൊന്നും നമ്മൾ ലേ ലഡാക്കിലേക്ക് പോകുന്നുണ്ടാവും, അറിയില്ല, ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോൾ ഞാനിതൊന്നും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ബൈക്കിലിങ്ങനെ കെട്ടാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് 50 രൂപയാണ്. അപ്പോൾ നമുക്കിതൊന്ന് വാങ്ങിക്കണം. ആ ബൈക്കിൽ സോറി കിട്ടിയോ. അപ്പോൾ പിന്നെ ഞാൻ പോയി പൈസ കൊടുക്കട്ടെ. അങ്ങനെ ഇവിടെ എക്സിബിഷനിൽ വന്ന് ഒന്നും വാങ്ങിച്ചില്ല എന്നില്ല. അങ്ങനെ ഈ ഒരു ഐറ്റം വാങ്ങിച്ചാൽ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഫുള്ളായിട്ട് പാത്രങ്ങൾ, കിച്ചൺ ഐറ്റംസ്, കിച്ചൺ വെയർ ഐറ്റംസ്. ഇത് ഇനി മൊത്തം പെണ്ണുങ്ങളുടെയും അമ്മമാരുടെ ഐറ്റംസാണ് മൊത്തം. ഈ ഒരു ഫുൾ ബിന്ദികൾ, പൊട്ടുകൾ, പിന്നെ ഇവിടെ ഫുൾ ആക്സസറീസ്, ഗേൾസ് ആക്സസറീസിൻ്റെ കമ്മൽ തൊട്ട് നമ്മൾ കിച്ചണിൽ ഒരു മാർക്കറ്റ് പോയി ഉപ്പ് തൊട്ട് കൽപ്പൂരം ഉണ്ടാവുമെന്ന് പറയില്ല, അത് രീതിയിലത്തെ പോലത്തെ എല്ലാ ഐറ്റംസും, മാലയും വളയും പിന്നെ കമ്മലും. മിക്കവാറും ഇത് അടിപൊളിയായിരിക്കും. അമ്മമാർക്കുള്ള അടിപൊളി സെക്ഷനാണ്. പിന്നെ പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും വന്ന് എന്തായാലും ഷോപ്പ് ചെയ്യാം. പിന്നെ കുട്ടികൾക്കുള്ള ചെറിയ കുട്ടികൾക്കുള്ള കാര്യങ്ങളും ഒക്കെ ഇവർ ഈ ഒരു ഐറ്റത്തിൽ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു എക്സിബിഷൻ അടുത്തൊരു 1 മാസം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് 1 മാസമല്ല, 2 മാസമല്ല, 3 മാസമാണെങ്കിലും ആൾക്കാർ വന്ന് ഇവിടുന്ന് എന്തായാലും പ്രോപ്പറായിട്ട് അവർ പർച്ചേസ് ചെയ്യും. ബിക്കോസ് അത്രയും എക്സ്പാൻഡിങ്ങും നല്ല അട്രാക്റ്റിംഗ് ആണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഫുൾ ഫാനാണ്, അവിടെ AC ഇല്ല. അപ്പോൾ നമുക്ക് ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ക്യാപ്പും വാച്ചസ്, പിന്നെ ഈ കുറേ സ്കൂൾ ഐറ്റംസും കാര്യങ്ങളും, അത്തറുകൾ വാങ്ങാൻ നല്ല ഇഷ്ടമാണ് എനിക്ക്. ഭയങ്കര മണമൊക്കെ ഭയങ്കര താല്പര്യമാണ്. അടുത്ത ദിവസം ഫോട്ടോ ഫ്രെയിംസ്, ഡ്രസ്സുകൾ, പിന്നെ ഫുൾ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും ഇവർ പ്രോപ്പറായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. നമ്മൾ നേരത്തെ അർവീസ് ബ്ലോഗിൻ്റെ വീഡിയോയിൽ കണ്ടപ്പോൾ കുറച്ച് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാ ഐറ്റംസും അവർ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നേരെ കാണുന്ന ഒരു കോട്ടൺ ക്യാൻഡിയും പോപ്കോണും കിട്ടുന്ന ഒരു സെക്ഷനാണ്. എന്തായാലും അത് വേണ്ട. അപ്പോൾ ഇവിടെ സാമ്പ്രാണി കത്തിക്കാനുള്ള ഐറ്റംസും ഈ ഒരു അതും, പിന്നെ ബാഗിൻ്റെ സെക്ഷനും, പിന്നെ ഫുള്ളായിട്ട് ഈ ഒരു കിച്ചൺ വേസും, പിന്നെ നമ്മളുടെ ഈ ഒരു നെല്ലിക്ക റിലേറ്റഡ് ആയിട്ടുള്ളൊരു ജ്യൂസാണ്, ഗൂസ് ബംസ്. ഇത് ഈ ഐറ്റംസ് എൻ്റെ അടുത്തുണ്ട് വീട്ടിൽ. ഈ ഐറ്റം എൻ്റെ വീട്ടിലുണ്ട്, ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഒരു ഗ്ലാസ്സിൽ ചുടുവെള്ളത്തിൽ അത് കുടിച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും, നല്ല എരിച്ചിലും ഉണ്ടാവും. ഹലുവയ്ക്ക് വേണ്ടി ഹലുവ, പിന്നെ ചെടികൾ. ഈ ഒരു സെക്ഷനും എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടും. ബിക്കോസ് ഇവിടെ ഫുള്ള് വീട്ടിൽ ചെടികളുടെ അഭിഷേകമാണ്. അപ്പോൾ എന്തായാലും ചെടികൾ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ അവരുടെ ഈ ഒരു വിത്തുകളും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോവാം. മുന്നോട്ട് പോവാം. ഞാൻ അരവീസിൻ്റെ സെക്ഷൻ നോക്കിയപ്പോൾ അരവീൻ്റെ ബ്ലോഗ് കണ്ടപ്പോൾ ഇതൊന്നും ബുക്സൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ കുറേ ബുക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോവാം. എന്തത് കുറേ നടന്നൊന്ന് തീർന്നേ ഉണ്ടല്ലോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പണ്ട് വാങ്ങിക്കാറുള്ള ഐറ്റമായിരുന്നു. ലൈറ്റ് കത്തുമല്ലോ? ലൈറ്റ് കത്തില്ല. ഇത് എത്ര ഏട്ടാ? 100 രൂപവാ? അയ്യോ, 100 രൂപയോ? കുറച്ച് കൂടി പോയല്ലോ. നേരെ കഷ്യൂ ബേക്കറി പീനട്ട് ഒസ്മാനിയ കറാച്ചി ബിസ്ക്കറ്റ്. നല്ല മണം വരുന്നുണ്ട്. ഒസ്മാനിയ ബിസ്ക്കറ്റ് ഞാൻ കഴിച്ചിട്ടുണ്ട്, നല്ല മണം. 100% വെജ്.
താങ്ക് യു. നല്ല ഫ്രഷ് സാധനം, ചെറിയൊരു ചൂടുമുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ഇവിടുന്ന് ഈ ബിസ്ക്കറ്റും എന്തായാലും കഴിക്കണം. എന്തായാലും നമ്മുടെ ബ്ലോഗിൽ ഒന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ബിസ്ക്കറ്റ് നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. സ്കൂബ ഡൈവിംഗ് ആണ്. അപ്പം ഹിന്ദി മലയാളം. ഓക്കെ സാർ. ഇത് പാലക്കാടുണ്ടോ? തിരുവനന്തപുരം പോയി പഠിക്കണോ സ്കൂബ ഡൈവിങ്? ഒത്തിരി അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ? അതല്ല, 1,75,000. പക്ഷേ അവിടെ പോകണം തിരുവനന്തപുരം. എത്ര മാസത്തെ കോഴ്സാണത്? 6 മാസത്തെ കോഴ്സ് അല്ലേ? 4 മാസം. ഓക്കെ, ശരി. അതെന്തായാലും ഒന്ന് പോകേണ്ടി വരും. ഒരു സ്വീറ്റ് കോണിൻ്റെ സെക്ഷൻ ഉണ്ട്, കാര്യം ബിസ്ക്കറ്റ് അതുകൊണ്ടാ. അല്ലെങ്കിൽ വീട്ടിൽ കുറേ പല്ലികളുണ്ട്, അത് കൊല്ലാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ മുന്നോട്ട് പോവാം. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ഫുള്ളൊരു വലിയ ഫുഡ് കോർട്ടുണ്ട്. ഇതാണ് നമ്മുടെ സെക്ഷൻ. പക്ഷേ നമ്മളിവിടുന്ന് കഴിക്കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. നമ്മൾ കൽപ്പാത്തി പോയി കഴിഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് എൻ്റെ മുളകാ ബജ്ജി ഫ്രൈ ഉണ്ട്, പാനിപൂരി ഉണ്ട്, ദോശമേലയുണ്ട്. ദോശമേല അവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല വന്നു. ഇത് മിക്കവാറും ബോംബെ സ്പെഷ്യൽ പാവ് ഭാജി, പിന്നെ ഫ്രഷ് ലൈം സോഡ, ഒരു വലിയ സെറ്റപ്പ് പോലത്തെ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഷുഗർ കെയിൻ ജ്യൂസ് ഉണ്ട്. ഇവിടെ പൊട്ടാറ്റോ ട്വിസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ചോദിച്ചാൽ പൊട്ടാറ്റോ ട്വിസ്റ്റിനുണ്ട്. ഇതാണ് മെയിൻ സെക്ഷൻ, തനി നാടൻ രീതിയിലത്തെ ഫുഡ്. മീൻകറി, കപ്പ, ബീഫായിരിക്കും, പഴംപൊരി, ചിക്കൻ ഫ്രൈ, പുട്ടിന് അരിപത്രി, പൂരി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മിക്കവാറും ഇവിടുന്ന് കഴിക്കേണ്ടാവില്ല. എനിക്ക് തിരിച്ച് വീട്ടിൽ പോയിട്ട് കുറച്ച് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുന്ന് ഒരു ഫുഡ് ബ്ലോഗ് മിക്കവാറും ഇടുണ്ടാവും. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഫുഡ് ബ്ലോഗ് പോലെ നമ്മൾ ഒരു വീഡിയോ എടുത്തിട്ട് നമുക്ക് നോക്കാം എല്ലാ ഐറ്റംസും. അപ്പോഴേക്കും എല്ലാ ഐറ്റംസും ഇവർ തുറക്കും. ഇവിടെ കുറച്ച് ഐറ്റംസ് ഒന്നും തുറന്നിട്ടില്ല, ചായക്കട ആരെങ്കിലും, പിന്നെ എല്ലാ ഐറ്റംസും ഒന്നും തുറന്നിട്ടില്ല. അപ്പോൾ എല്ലാ ഐറ്റംസും അവർ തുറന്നിട്ട് ഞാൻ ഒരിക്കലും കൂടി ഇവിടെ വന്ന് വീഡിയോ എടുക്കാം. അപ്പോൾ നേരെ നമുക്കിനി പുറത്തോട്ട് പോവാം. എന്തായാലും ഇത്ര ഐറ്റംസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അറ്റ്ലീസ്റ്റ് സമയം ഓൾമോസ്റ്റ് എത്രയായി? 7:30 7:45 ആയി. നല്ല ചൂട് പോയി. അപ്പോൾ ഇവിടെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫാമിലി ഗെയിംസ് പറഞ്ഞിട്ട് റിംഗ് ത്രോ ഇതിൻ്റെ മുകളിൽ എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് കിട്ടില്ലേ, ആ ഒരു ഐറ്റം. പിന്നെ ഇവിടെ കുറേ കിഡ്സ് സ്റ്റഫ്സും കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ കുറച്ച് റൈഡ്സും പിന്നെ ഇവിടുത്തെ ഈ ഒരു മുകളിൽ ഈ ഐറ്റംസും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. സെറ്റ് ചെയ്യില്ല, ആക്ച്വലി അവിടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് വന്നിട്ട് ഈ റൈഡ്സും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ഇവർക്ക് എൻജോയ് ചെയ്യാം. ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ളായിട്ട് സിനിമ പാട്ടുകളാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കോപ്പി റൈറ്റ് കിട്ടുമെന്ന് എനിക്ക് ഭയങ്കര സംശയമുണ്ട്. അപ്പോൾ ഈ ചില പാട്ടുകളൊക്കെ എൻ്റെ വോയിസ് ഒന്നും വരുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി, ബിക്കോസ് അവിടെ ഫുള്ള് സിനിമ പാട്ടുകളായിരിക്കും. അപ്പോൾ ഇവിടെ ഫുൾ ഗെയിംസും സെക്ഷനാണ്. അപ്പോൾ ഒരു ഗെയിമിന് 50 രൂപ തോന്നുന്നു. എത്ര ബോളുണ്ടാവും 50 രൂപയ്ക്ക്? 6 ബോളല്ലേ? അത് എത്രയാണ്? ഒരു ഗെയിം കളിച്ചു ഞാൻ ഗെയിം കളിക്കാം.
ഒരു ബ്ലോഗും കൂടി ഞാൻ ട്രൈ ചെയ്യാൻ നോക്കാം. അങ്ങനെ നമുക്ക് നമ്മൾ ഈ ഒരു ഐറ്റംസൊക്കെ ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് സമയമായി, നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. ഇവിടെ ഒരു ഐറ്റം കൂടി ഉണ്ട്, ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടെ നമ്മളുടെ ഒരു രസമുണ്ട്. ആക്ച്വലി പാലക്കാടിൽ സാറ്റർഡേയും സൺഡേസും വന്നു കഴിഞ്ഞാൽ നല്ല ഒടുക്കത്തെ ക്രൗഡായിരിക്കും. അതുകൊണ്ട് ഞാൻ ആക്ച്വലി ഇന്നലെ എനിക്ക് വരാൻ പറ്റില്ല. ഇന്നലെയാണ് ഒരു ആക്ട്രസ് രജിഷ വിജയൻ വന്ന് ഇവിടെ ഇനോഗ്രേറ്റ് ചെയ്തല്ല, നേരത്തെ നൈലോഷ വന്നിട്ട് ഓൾറെഡി ഇനോഗ്രേറ്റ് ചെയ്തു. പക്ഷേ ഇന്നലെ രജിഷ വിജയനും കൂടി വന്നിട്ട് ഒന്നുകൂടി ഒന്ന് ആ ഒരു സംഭരണമല്ല, നമുക്ക് ഈ ഒരു രീതി അവർ സ്റ്റാർട്ടാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവർ സെറ്റാക്കി ഇവിടെ ഫുൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടുണ്ട്. വാട്ടർ റൈഡ്, ഈ ബോട്ടിന് നമ്മൾ കുട്ടി ഇത്, പക്ഷേ നമുക്ക് കയറാൻ പറ്റില്ല. കയറി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഞാൻ അവിടെ വീഴും ഉറപ്പായിട്ടും. അപ്പോൾ നമുക്കൊന്ന് പുറത്തോട്ട് പോവാം. പിന്നെ ഒരു കാര്യം കൂടി, ഒരു ചെടിയുടെ സെക്ഷനും കൂടി കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഒരു ഫുള്ളായിട്ട് ചട്ടിയും എല്ലാ രീതിയിലത്തെ ചട്ടിയും കാര്യങ്ങളൊക്കെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫുൾ എന്തായാലും നല്ല അട്രാക്റ്റീവായിട്ടാണ് ഇവർ ഫുൾ കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങോട്ടാണ്? എൻ്റെ ബൈക്ക് ആ സൈഡിലാണ്. അയ്യോ, ഇനി അങ്ങോട്ട് ഞാൻ നടക്കേണ്ടി വരും മിക്കവാറും. അപ്പോൾ ഞാൻ ആ സൈഡിലോട്ട് എത്തിയിട്ട് ഞാൻ ബാക്കി വിശേഷം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ബൈക്ക് അവിടെയാണ്, ഞാനൊന്ന് പോയി എടുക്കട്ടെ. അങ്ങനെ ഗൈസ്, ഈ ഒരു ഫുൾ നമ്മൾ ഉള്ളിൽ കയറി എല്ലാം വിസിറ്റ് ചെയ്യുന്നതിന് ഇപ്പോൾ കുറച്ചുകൂടി കളർഫുൾ ആയിട്ടുണ്ട്. ആ ഒരു ഐറ്റത്തിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നിട്ട് എന്തായാലും അതിൽ കയറിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഫുൾ പാട്ടിൻ്റെ സമ്മേളനമാണ്. ഇനി എൻ്റെ വോയിസ് കേൾക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിൽ എല്ലാവിടെയും ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്തൊരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ പ്രോമിസ് ചെയ്ത മാതിരി നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ വീഡിയോയിൽ ഈ ഒരു മെറൈൻ വേൾഡ് അക്രലിക് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിൻ്റെ ഒരു ഫുൾ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ നിങ്ങൾ ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നമ്മളൊരു 1 more ടൈം ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്തായാലും റീവിസിറ്റ് ചെയ്യുന്നുണ്ടാവും. ഞാൻ കുറച്ചുകൂടി അങ്ങോട്ട് മാറി നിൽക്കാം. എന്താ അറിയാം, അതിൽ പാട്ട് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബ്ലൂ ബോയ് എത്തി. ബ്ലൂ ബോയിൻ്റെ അടുത്ത് വന്നു. ബ്ലൂ ബോയിൻ്റെ അവിടെ തന്നെ നമ്മുടെ ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണം ബിക്കോസ് അവിടെ ഭയങ്കര പാട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ എന്തായാലും കാണുമ്പോൾ കുറേ സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് സംസാരം കേൾക്കാൻ പറ്റില്ല. ബിക്കോസ് ഇവിടെ ഫുൾ ബാക്കിൽ സിനിമ പാട്ടുകളും കാര്യങ്ങളാണ് അവർ വെട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് എനിക്ക് യൂട്യൂബിൽ അതൊരു കോപ്പി റൈറ്റ് കിട്ടാനുള്ള നല്ല ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഇത് പിന്നെ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ യൂട്യൂബിൻ്റെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ മിക്ക ആൾക്കാരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നോട്ട് സബ്സ്ക്രൈബിൻ്റെ ആൾക്കാരുടെ പെർസെൻറ്റേജ് കൂടുതലും സബ്സ്ക്രൈബിൻ്റെ ആൾക്കാരുടെ പെർസെൻറ്റേജ് കുറവാണ്. അപ്പോൾ മിക്ക ആൾക്കാരും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫ്രണ്ട്സും ഫാമിലീസിനും എൻ്റെ വീഡിയോ വിഷ്ണു ബൈറ്റ്സിൻ്റെ ചാനൽ, ഇൻസ്റ്റാഗ്രാമിൻ്റെയും യൂട്യൂബിൻ്റെ ചാനൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. Until then, ഒരു അടുത്ത വീഡിയോ വരുന്നവരെ with love, Vishnu Bites. Thank you so much.